ബജറ്റ് ചോർന്നുവെന്ന ആരോപണത്തിൽ കഴമ്പില്ല എന്ന ചീഫ് സെക്രട്ടറിയുടെ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചു. അതേസമയം സർക്കാരിന്റെ ഭാഗത്ത് ഭരണഘടനാ ലംഘനം ഉണ്ടായിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് നിയമസഭ നിർത്തിവെച്ചു, അതിനുശേഷം പുനരാരംഭിച്ചു. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ഷീജ ചേരുന്നു. ഷീജ, എങ്ങനെയായിരുന്നു സഭാ നടപടികൾ? അരുൺ, ബജറ്റ് ചോർന്നുവെന്ന് ആരോപിച്ചുകൊണ്ട് വി.ഡി. സതീശനാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. എന്നാൽ ഈ വിഷയത്തിൽ ബജറ്റ് ചോർന്നിട്ടില്ലെന്നും അതിന്റെ രഹസ്യ സ്വഭാവമുള്ള ഒരു രേഖകളും ചോർന്നിട്ടില്ലെന്നും ധനമന്ത്രി തന്നെ സഭയിൽ വ്യക്തമാക്കുകയും ചെയ്തു. ഇതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു അന്വേഷണം നിലവിൽ ചീഫ് സെക്രട്ടറിയുടെ പ്രാഥമിക അന്വേഷണം നടന്നിട്ടുണ്ട്. അതിൽ ഇത്തരത്തിലുള്ള ഒരു ആരോപണത്തിൽ കഴമ്പില്ല എന്നുള്ളതാണ് ചീഫ് സെക്രട്ടറിയുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ളത്. പൂർണ്ണമായുള്ള അന്വേഷണം കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അന്വേഷണം പൂർത്തിയാക്കിയതിനു ശേഷം ചീഫ് സെക്രട്ടറിയുടെ റിപ്പോർട്ടിൽ എന്തെങ്കിലും ഗൗരവകരമായ കണ്ടെത്തലുകൾ ഉണ്ടെങ്കിൽ അത് മന്ത്രിസഭ ചർച്ച ചെയ്ത് അതിൽ ഉചിതമായ തീരുമാനമെടുക്കുമെന്നും മുഖ്യമന്ത്രി സഭയിൽ വ്യക്തമാക്കുകയും ചെയ്തു. ഒപ്പം തന്നെ ഈ വിഷയത്തിൽ ധനമന്ത്രിയെ ഒന്നാം പ്രതിയാക്കി കേസെടുക്കണം. ധനമന്ത്രി ഈ വിഷയത്തിൽ PA-യുടെ ചുമരിൽ കുറ്റം ചുമത്തി രക്ഷപ്പെടാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. ആ രീതിയിലുള്ള ഒരു നടപടികളാണ് ഐസക്കിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതെന്നും പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടി. തുടർന്ന് മുഖ്യമന്ത്രിയുടെ മറുപടിയുടെ അടിസ്ഥാനത്തിൽ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയത്തിനുള്ള അനുമതി സ്പീക്കർ നിഷേധിച്ചു. തുടർന്നായിരുന്നു പ്രതിപക്ഷം പ്രതിഷേധവുമായി സഭയുടെ നടുത്തളത്തിലേക്ക് ഇറങ്ങിയത്. എന്നാൽ അതിനുശേഷം 3/4 മണിക്കൂറോളം സഭാ നടപടികൾ നിർത്തിവെച്ചു. തുടർന്ന് പുനരാരംഭിച്ചപ്പോൾ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചുള്ള പ്രത്യേക പ്രസ്താവന നടത്തി. അതിലാണ് അദ്ദേഹം ഈ രീതിയിൽ ചീഫ് സെക്രട്ടറിയുടെ അന്തിമ റിപ്പോർട്ട് വന്നതിന് ശേഷം ഉള്ള കാര്യങ്ങൾ വിശദീകരിച്ചത്. ഇതിൽ തങ്ങൾക്ക് മുഖ്യമന്ത്രി വിഷയത്തെ ഗൗരവമായി ഉൾക്കൊള്ളുന്നു എന്നുള്ളത് മനസ്സിലാക്കുന്നതുകൊണ്ട് സഭാ നടപടികളുമായി തങ്ങൾ സഹകരിക്കുമെന്ന് പ്രതിപക്ഷം വ്യക്തമാക്കുകയായിരുന്നു. എന്നാൽ ഈ വിഷയത്തിലെ നിയമപരമായ നടപടികളുമായി തങ്ങൾ മുന്നോട്ട് പോകുമെന്നും പ്രതിപക്ഷ നേതാവ് സഭയെ അറിയിച്ചു. തുടർന്ന് പ്രതിപക്ഷം സഭാ നടപടികളുമായി സഹകരിക്കുകയാണ്. ഇപ്പോൾ സഭ പുരോഗമിക്കുകയാണ്. ഷീജയാണ് വിവരങ്ങൾ നൽകിയത്.